നമസ്കാരം, എല്ലാവർക്കും ഓഡിയോ പേസിയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ കേട്ടിട്ട് സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 8 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ 9ാമത്തെ സെറ്റാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കുന്നത് 2018 ഒക്ടോബറിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 3യിലെ പാർട്ട് 1 സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, കേട്ടറ്റ് കാറ്റഗറി 3 ആണ്. 3യിലെ പാർട്ട് 1 സൈക്കോളജി 40 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. നമുക്ക് എല്ലാവർക്കും അറിയാം കേട്ടറ്റ് കാറ്റഗറി 3യിൽ 40 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ബാക്കി എല്ലാത്തിനും 30 വീതമായിരിക്കും സൈക്കോളജി ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ, അത് മനസ്സിലാക്കണം. അപ്പോൾ ബാക്കി കാറ്റഗറി എഴുതുന്നവരും ഇതിൻ്റെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ കംപ്ലീറ്റ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവൂ. നമുക്കറിയാം കാറ്റഗറി 3 എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ ബാക്കിയുള്ളവർ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളിത് മിസ് ചെയ്യേണ്ട, കാരണം ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ ഇതുവരെ വന്നിട്ടുള്ളതൊക്കെ ഇതിലും വരും. അപ്പോൾ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നേ ഉള്ളൂ, അത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, ചില കാര്യങ്ങളൊക്കെ ജനറൽ നോളജ് പോലെ പെഡഗോഗി എന്നൊക്കെ വരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യനായിട്ട് നോക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇതുവരെയുള്ള സെറ്റുകൾ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. കേട്ടിട്ട് സൈക്കോളജി ക്വസ്റ്റ്യൻസ് എന്ന് അവിടെ കാണും. ഓക്കെ, അതിൽ ഓരോ ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾ പഠിക്കണം. കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വരുന്നവർ ഇത് നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ട് തോന്നും. ഓക്കെ, ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫോർ. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫോർ. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ എഫക്റ്റീവ് ഒബ്ജക്റ്റീവ്സ്, ഓപ്ഷൻ ബി കോഗ്നിറ്റീവ് ഒബ്ജക്റ്റീവ്സ്, ഓപ്ഷൻ സി സൈക്കോമോട്ടോർ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഓപ്ഷൻ ഡി ബോത്ത് എഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടോർ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ആണ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫോർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ നോക്കുക: എഫക്റ്റീവ് ഒബ്ജക്റ്റീവ്സ്, കോഗ്നിറ്റീവ് ഒബ്ജക്റ്റീവ്സ്, സൈക്കോമോട്ടോർ ഒബ്ജക്റ്റീവ്സ്, അതുപോലെ ബോത്ത് എഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടോർ ഒബ്ജക്റ്റീവ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ, ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരിക. ഓക്കെ, ഓപ്ഷൻ ബി കോഗ്നിറ്റീവ് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, കോഗ്നിറ്റീവ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരും. ഓപ്ഷൻ ബി ആണ് വരിക. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ വരും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ rehabilitation process? Which of the following is the first step in rehabilitation process എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കിയേ, എന്തൊക്കെയാണ്? അസസ്മെന്റ്, പിന്നെ ആഫ്റ്റർ കെയർ, കോർഡിനേഷൻ, പിന്നെ ഇന്റർവെൻഷൻ. ഓക്കെ, അസസ്മെന്റ്, ആഫ്റ്റർ കെയർ, കോർഡിനേഷൻ, അതുപോലെ തന്നെ ഇന്റർവെൻഷൻ. അപ്പോൾ ഇതിലേതാണ് എന്തിൻ്റെ? റിഹാബിലിറ്റേഷൻ പ്രോസസ്സിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതി എന്നാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്നിവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഏതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്? കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഓപ്ഷൻ എ ആണ്, അസസ്മെൻ്റ് ആണ്. ഓക്കെ, അസസ്മെൻറ്റ് കാര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അസസ്മെൻറ്റ് എന്നുള്ളതാണ് ഇവിടെ ശരി ഉത്തരമായിട്ട് വരിക. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻകറക്റ്റ് പെയർ? ഇൻകറക്റ്റ് പെയർ ജനറൽ ക്വസ്റ്റ്യൻ ആണ്, നമ്മളെല്ലാവരും പഠിച്ചുകൊണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവണം. നോക്കാം, ഓപ്ഷൻസ് നോക്കാം. തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, ഗാർഡനർ. ഓക്കെ, ഇതിൽ എന്താണ് പറയുന്നത്? ഇൻകറക്റ്റ് പെയർ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇൻകറക്റ്റ് പെയർ, ക്ലിയർ. ഇൻകറക്റ്റ് പെയർ എന്നാണ് ചോദിച്ചത്, കറക്റ്റ് പെയർ അല്ല. അത് തെറ്റിദ്ധരിക്കാൻ വേണ്ടി പാടില്ല. ചിലപ്പോൾ നമ്മൾ കറക്റ്റ് എന്നുള്ള പെയറായിട്ട് നമ്മൾ വിചാരിക്കും ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻ എ തന്നെ വായിക്കാൻ നോക്കി. തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഗാർഡനർ ആണ്. അപ്പോൾ നമുക്കറിയാം ഹവാർഡ് ഗാർഡനർ ആണെന്ന് അറിയാം. നേരെ പോയിട്ട് ഓപ്ഷൻ എ ബബിൾ ചെയ്യും, ബാക്കി വായിക്കാൻ നിൽക്കില്ല. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇൻകറക്റ്റ് ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കിയേ, തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഹവാർഡ് ഗാർഡനർ ആണ്, നമുക്കറിയാം അല്ലേ. നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആരാണ്? ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും പാവ്ലോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ശരിയാണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. തിയറി ഓഫ് മീനിങ് ഫുൾ റിസപ്ഷൻ ലേണിംഗ്, ഒസബൽ. ഓക്കെ, ഒസബൽ ആണ്. അൻസബൽ, ഇവിടെ ഒരു സാധനം എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഒസബൽ ആണ്. ഓക്കെ, അത് തിരിച്ചിട്ടാണ് വേണ്ടത്. അടുത്ത തിയറി ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, കോൾബർഗ്. തിയറി ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് കോൾബർഗ് എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ടുള്ള ആൻസർ ചെയ്ത് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഏതൊക്കെയാണെന്ന് നോക്കിയേ. തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഗാർഡനർ ആണോ? ആണല്ലേ, ഇത് ശരിയാണോ നമുക്കറിയാം. ഇത് ശരി ഉത്തരമാണല്ലേ. ശരി ഉത്തരം മീൻസ് ശരിയായിട്ടുള്ള പേരാണ് തന്നിട്ടുള്ളത്. തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അവാർഡ് ഗാർഡനർ നമുക്കറിയാം. അപ്പോൾ ഇത് ശരിയാണ്, നമുക്ക് ഈ തെറ്റായതാണ് വേണ്ടത്. തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് പാവ്ലോ ആണെന്ന് നമുക്കറിയാം അല്ലേ. പാവ്ലോ തന്നെയാണ് പൗരാണിക അനുബന്ധ സിദ്ധാന്തം, അല്ലെങ്കിൽ തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആരാണ്? പാവ്ലോയാണ്, നമുക്കറിയാം അല്ലേ. അടുത്ത് നോക്കിയേ, തിയറി ഓഫ് മീനിങ് ഫുൾ റിസപ്ഷൻ ലേണിംഗ്. തിയറി ഓഫ് മീനിങ് ഫുൾ റിസപ്ഷൻ ലേണിംഗ് ആരാണെന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത് നമ്മോട് പറഞ്ഞ എന്താണ്? തിയറി ഓഫ് മീനിങ് ഫുൾ റിസപ്ഷൻ ലേണിംഗ് ആരാണ്? ഒസബലാണ്, നമുക്കറിയാം അല്ലേ. ആരാണ്? ഒസബലാണ്, ഒരു സംശയമില്ല. പിന്നെയുള്ള ഫൈനൽ എന്താണ്? തിയറി ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. തിയറി ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഇവിടെ കോൾബർഗ് എന്നാണ് തന്നിട്ടുള്ളത്. പക്ഷേ അതെന്തല്ല ശരിയായിട്ടുള്ള ഓപ്ഷൻ അല്ല അല്ലേ. അപ്പോൾ നമുക്കറിയാം എന്താണ്, ഇതാണ് ശരിയായി. ഇവിടെ നമ്മൾ എന്താണ് തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ശരിയുത്തരം എന്ന് പറയുന്നത് ഇതാണ്. തിയറി ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് കോൾബർഗ് ആണ് എന്നുള്ളത്. ഓക്കെ, ഇതാണ് ഇൻകറക്റ്റ് പെയറായിട്ട് ഇവിടെ തന്നിട്ടുള്ളത്. അടുത്ത നാലാമത്തെ ചോദ്യം: one will have more chances of being successful as a teacher if
one will have more chances of being successful as a teacher if, options നോക്കാം, if she is trained in teaching. Option B, she is competent enough in her subjects. Option C, she belongs to the family of teachers. Option D, she can organize her teaching learning activities systematically and conveys the same effectively. Okay, എന്താണ് വൺ വിൽ ഹാവ് മോർ ചാൻസസ് ഓഫ് ബീയിങ് സക്സസ്ഫുൾ ആസ് എ ടീച്ചർ. ഒരാൾ ഒരു ടീച്ചർ എന്ന നിലയിൽ സക്സസ് ആവാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതിൽ ഏതാണ് കൂടുതൽ സാധ്യതയുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഏതായിരിക്കും? ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഏതാണ്? ഓപ്ഷൻ ഡി അല്ലേ? നമ്മളധികം പറയേണ്ട കാര്യമൊന്നുമില്ല. ഇത് തന്നെയാണ് ഇതിൽ കുറച്ച് അല്ലേ നോക്കിയാൽ, ഷീ ഈസ് ട്രെയിൻഡ് ഇൻ ടീച്ചിങ്. അത് എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, എല്ലാവരും അതിൽ ട്രെയിൻ ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ്, ഷീ ഈസ് കോമ്പീറ്റൻറ്റ് ഇനഫ് ഇൻ ഹെർ സബ്ജക്ട്സ്. ചെയ്യാം. പിന്നോ ഷീ ബിലോങ്സ് ടു ദ ഫാമിലി ഓഫ് ടീച്ചേഴ്സ്. അങ്ങനെയുള്ളവരൊക്കെ സക്സസ്ഫുള്ളായി നല്ല ടീച്ചേഴ്സായി മാറണം എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഇവിടെ നോക്കിയേ, ഷീ ക്യാൻ ഓർഗനൈസ് ഹെർ ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസ് സിസ്റ്റമാറ്റിക്കലി ആൻഡ് കൺവേസ് ദ സെയിം എഫക്റ്റീവ്ലി. ഓക്കെ, സിസ്റ്റമാറ്റിക്കലി അതുപോലെ എഫക്റ്റീവ്ലി ഈ രീതിയിൽ ചെയ്യുന്നവർക്കൊക്കെ ഒരു പക്ഷേ സക്സസ്ഫുൾ ആയേക്കാം അല്ലേ? ബാക്കിയുള്ള വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഇവിടെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരിക. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്തത് 5ാമത്തെ ചോദ്യം. ഇൻ ഡെവലപ്പിംഗ് ഒബ്ജക്റ്റീവ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് or are essential എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഇൻ ഡെവലപ്പിംഗ് ഒബ്ജക്റ്റീവ്സ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എസെൻഷ്യൽ അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എസെൻഷ്യൽ. ഓക്കെ, തന്നിട്ടുള്ള ഏതാണെന്നുള്ളതാണ് ചോദ്യം അല്ലേ? എന്താണ് നോക്കിയേ, നോക്കാം. ഓപ്ഷൻസ്: എൻട്രി ബിഹേവിയർ. ഓപ്ഷൻ ബി ടെർമിനൽ ബിഹേവിയർ. ഓപ്ഷൻ സി ബോത്ത് എൻട്രി ആൻഡ് ടെർമിനൽ ബിഹേവിയർ. ലാസ്റ്റ് നൺ ഓഫ് ദീസ്. ഏതാണ് വരിക? ഇൻ ഡെവലപ്പിംഗ് ഒബ്ജക്റ്റീവ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എസെൻഷ്യൽ അല്ലേ എന്ന് ചോദിച്ചാൽ ഇവിടെ ശരി ഉത്തരമായിട്ട് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ബോത്ത് എൻട്രി ആൻഡ് ടെർമിനൽ ബിഹേവിയർ എന്നുള്ളതാണ് ശരി ഉത്തരം. ഓക്കെ, ചില ചോദ്യങ്ങളൊക്കെ നമുക്കറിയാം കാറ്റഗറി 3 ആണ്. അപ്പം മറ്റുള്ള കാറ്റഗറി ഒക്കെ നോക്കി വന്ന് അതേ രീതിയിൽ ഇതിനെ നോക്കിക്കാണരുത്. എല്ലാവർക്കും അറിയാം കാറ്റഗറി 3 കുറച്ച് ടഫ് തന്നെ ആയിരിക്കും, പാട് തന്നെ ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ തയ്യാറെടുപ്പുകൾ ചെയ്യണം. ഓക്കെ, 6ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഈസ് ഇൻകറക്റ്റ്. ഓക്കെ, വീണ്ടും വന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഈസ് ഇൻകറക്റ്റ്. കറക്റ്റ് അല്ല, ഇൻകറക്റ്റ് എന്ന് തന്നെയാണ് ചോദ്യം അല്ലേ? നോക്കാം. SR തിയറി ഓഫ് ലേണിംഗ് പാവ്ലോവ്. SR മീൻസ് സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി അല്ലേ? സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി ഓഫ് ലേണിംഗ് പാവ്ലോവ്. നെക്സ്റ്റ്, ഫീൽഡ് തിയറി ഓഫ് ലേണിംഗ് ലെവിൻ. ലെവിൻ മീൻസ് കാർഡ് ലെവിൻ. ഓക്കെ, സോഷ്യൽ ലേണിംഗ് തിയറി ബ്രൂണർ. ട്രയൽ ആൻഡ് എറർ ലേണിംഗ് തൊണ്ടയ്ക്ക്. അപ്പോൾ ഇതിലേതാണ് ഇൻകറക്റ്റ് എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, ഇൻകറക്റ്റ് ആയിട്ടുള്ള പെയർ ഏത് എന്ന് വേണം പറഞ്ഞു കൊടുക്കാൻ. നോക്കുക, SR തിയറി സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി ആരാണ്? പാവ്ലോവാണ്. നമുക്കറിയാലോ, ഉറപ്പായിട്ടും പാവ്ലോവാണ്, അതിലൊന്നും സംശയം ആവശ്യമില്ല. പാവ്ലോവാണ്, നമുക്കറിയാം, ഇത് ശരിയാണ് അല്ലേ? അടുത്തത് ഫീൽഡ് തിയറി. ഫീൽഡ് തിയറി എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവണം ആരാണ് ഫീൽഡ് തിയറി. ഓർത്തിരിക്കണേ, ഫീൽഡ് തിയറി ആരും കേട്ട് ലെവിനാണ് എന്നുള്ളത് മനസ്സിലേക്ക് വരണം. ഓക്കെ, നെക്സ്റ്റ് ട്രയൽ ആൻഡ് എറർ ലേണിംഗ്. ട്രയൽ ആൻഡ് എറർ ലേണിംഗ് നമുക്കറിയാം തൊണ്ടയ്ക്കാണ് അല്ലേ? ട്രയൽ ആൻഡ് എറർ തൊണ്ടയ്ക്കാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള 3 എക്സ്ട്രാ തിയറംസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? തിയറി റെഡിനെസ് അല്ലേ? ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ റിപ്പീറ്റ് വരുന്ന ക്വസ്റ്റൻ ഇതൊക്കെ. അപ്പോൾ ഇതിൽ ഡൗട്ട് വരുന്നത് ഏതാണ്? സോഷ്യൽ ലേണിംഗ് തിയറി എന്നുള്ളതാണ് അല്ലേ? ബ്രൂണർ എന്ന് പറഞ്ഞാൽ അതെല്ലാം നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഏതാണ് ഇൻകറക്റ്റ് പെയർ എന്ന് പറയുന്നത്? ഏതാണ്? ഓപ്ഷൻ സി ആണ്. സോഷ്യൽ ലേണിംഗ് തിയറി ബ്രൂണർ എന്നുള്ളതാണ് ഇവിടെ ഇൻകറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പെയർ. ഓക്കെ, ബൈ ബ്രൂണർ. ഓക്കെ, 7ാമത്തെ ക്വസ്റ്റ്യൻ. പ്രോക്സിമോ ഡിസ്റ്റൽ സീക്വൻസ് ഈസ് എ സീക്വൻസ് ഓഫ്. എന്താണ് പ്രോക്സിമോ ഡിസ്റ്റൽ സീക്വൻസ്? ഓക്കെ, പ്രോക്സിമോ ഡിസ്റ്റൽ സീക്വൻസ് ക്ലിയർ. അത് കൃത്യമായിട്ട് നോക്കണം. ഇത് വരുന്ന സാധനമാണ് ഈ പ്രോക്സിമോ ഡിസ്റ്റൽ. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, സീക്വൻസ് ഇസ് എ സീക്വൻസ് ഓഫ് എന്താണ്? സ്പീച്ച് ഡെവലപ്മെന്റ്, ഇമോഷണൽ ഡെവലപ്മെന്റ്, ഫിസിക്കൽ മോട്ടോർ ഡെവലപ്മെന്റ്, അതിൻ്റെ കൂടെ സോഷ്യൽ ഡെവലപ്മെന്റ്. ഇതിലേതാണ്? പ്രോക്സിമോ ഡിസ്റ്റൽ സീക്വൻസ് ഈസ് എ സീക്വൻസ് ഓഫ് സ്പീച്ച് ഡെവലപ്മെന്റ്, ഇമോഷൻ ഡെവലപ്മെന്റ്, ഫിസിക്കൽ മോട്ടോർ ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്. ഓക്കെ, then ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? പ്രോക്സിമോ ഡിസ്റ്റൽ സീക്വൻസ് ഈസ് എ സീക്വൻസ് ഓഫ് ഓപ്ഷൻ സി ഫിസിക്കൽ മോട്ടോർ ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, ഫിസിക്കൽ മോട്ടോർ ഡെവലപ്മെന്റ് ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ പ്രോക്സിമോ ഡിസ്റ്റൽ സീക്വൻസ്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ. The mental ability to arrange things in order is known as. The mental ability to arrange things in order. Okay, things in order. In order ആണ്. In order is known as seriation, reversibility, conservation, causality. Okay, അതൊക്കെയാണ് സീരിയേഷൻ, റിവേഴ്സിബിലിറ്റി, കൺസർവേഷൻ, കോസാലിറ്റി. അപ്പോൾ ഇതിലേതാണ്? ദ മെൻ്റൽ എബിലിറ്റി ടു അറേഞ്ച് തിങ്സ് ഇൻ ഓർഡർ. ഓക്കെ, തിങ്സ് ഇൻ ഓർഡർ. അപ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ട് വരിക? ഓപ്ഷൻ എ ആണല്ലേ? ഏതാണ്? സീരീസ് എന്നുള്ളതാണ് കൃത്യമായിട്ട് വരിക. ഓക്കെ, ഇൻ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്, സീരീസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് 9th 9th ക്വസ്റ്റ്യൻ. ദ പ്രിൻസിപ്പിൾസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ഓക്കെ ആർ മോസ്റ്റ് സിമിലർ ടു ദി ഐഡിയ എക്സ്പ്രസ്ഡ് ഇൻ. ഓക്കെ, ഓപ്ഷൻസ് നോക്കുക. വികാരിയസ് ലേണിംഗ്, ദ ലോ ഓഫ് റെഡിനെസ്, ലേറ്റന്റ് ലേണിംഗ്, ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്.
ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. ദ പ്രിൻസിപ്പിൾസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ആർ മോസ്റ്റ് സിമിലർ ടു ദി ഐഡിയ എക്സ്പ്രസ്ഡ് ഇൻ വികാരിയസ് ലേണിംഗ്, ദ ലോ ഓഫ് റെഡിനെസ്, ലേറ്റന്റ് ലേണിംഗ്, ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്. ഏതാണ് വരിക? കൃത്യമായിട്ട് വരുന്നത് ഏതാണ്? ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് എന്നുള്ളതാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരും. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് എന്നുള്ളതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ കണ്ട് പഠിക്കുന്നു വേണ്ട, 1-2 ചെയ്യുമ്പോഴേക്കും നമുക്ക് ക്ലിയർ ആയി വരും. ഓക്കെ, റെഡി. അടുത്തത് 10th ക്വസ്റ്റ്യൻ. മെന്റൽ ആക്ടിവിറ്റി ത്രൂ വിച്ച് വി ട്രാൻസ്ഫോം അവൈലബിൾ ഇൻഫർമേഷൻ ഇൻ ഓർഡർ ടു റീച്ച് എ കൺക്ലൂഷൻ ഈസ് കോൾഡ്. മെന്റൽ ആക്ടിവിറ്റി ത്രൂ വിച്ച് വി ട്രാൻസ്ഫോം available information in order to reach a conclusion. Okay, available information in order to reach a conclusion. സാധ്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ വെച്ച് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തണം അല്ലേ? അത്തരത്തിലുള്ള ആ ഒരു മെന്റൽ ആക്ടിവിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്താണ് ഓപ്ഷൻ? ഡിസിഷൻ മേക്കിംഗ്. അങ്ങനെ പറയുന്ന പേരെന്താണെന്ന ചോദ്യം. ഓക്കെ, ഡിസിഷൻ മേക്കിംഗ്, റീസണിങ്, തിങ്കിങ്, അതുപോലെ പ്രോബ്ലം സോൾവിങ്. ഏതാണ് വരിക? ഡിസിഷൻ മേക്കിംഗ്, റീസണിങ്, തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. ഹിയർ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. റീസണിങ് എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ദ മെന്റൽ ആക്ടിവിറ്റി ത്രൂ വിച്ച് വി ട്രാൻസ്ഫോം അവൈലബിൾ ഇൻഫർമേഷൻ ഇൻ ഓർഡർ ടു റീച്ച് എ കൺക്ലൂഷൻ ഈസ് കോൾഡ് റീസണിങ്. ഓക്കെ, കൺക്ലൂഷൻ ഈസ് കോൾഡ് റീസണിങ്. ഓക്കെ, നെക്സ്റ്റ് 11th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡെവലപ്മെന്റൽ ടാസ്ക് ഓഫ് അഡോളസെന്റ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഡെവലപ്മെന്റൽ ടാസ്ക് ഓഫ് അഡോളസെൻസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കാം ഓപ്ഷൻസ്. ലേണിംഗ് ഫിസിക്കൽ സ്കിൽസ് നെസസറി ഫോർ ഓർഡിനറി ഗെയിംസ്, achieving emotional independence from elders, learning sex differences and sexual modesty, developing fundamental skills in reading, writing and calculating. ഇതിലേതാണ് എന്തിന്റെ ഭാഗമായിട്ട്? ഡെവലപ്മെന്റൽ ടാസ്ക് ഓഫ് അഡോളസെൻസ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡെവലപ്മെന്റൽ ടാസ്ക് ഓഫ് അഡോളസെൻസ് എന്നാണ് ക്വസ്റ്റ്യൻ. അഡോളസെൻസ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഡെവലപ്മെന്റൽ ടാസ്ക് ഏതാണ് ഇതിൽ കറക്റ്റ് ആയിട്ട് വരിക? ലേണിംഗ് ഫിസിക്കൽ സ്കിൽസ് നെസസറി ഫോർ ഓർഡിനറി ഗെയിംസ്, അച്ചീവിംഗ് ഇമോഷണൽ ഇൻഡിപെൻഡൻസ് ഫ്രം എൽഡേഴ്സ്, learning sex difference and sexual modesty, developing fundamental skills in reading, writing and calculating. Okay, here the answer is option B. Okay, option B is the right answer. Achieving emotional independence, okay, from elders. Okay, achieving emotional independence from elders is the right answer. Okay, then 12th question. Stafford Binet scale measures which of the following attributes of an individual? ഈ സാധനം കേട്ടിട്ടുണ്ടാവും അല്ലെ? സ്റ്റെഫോർഡ് ബിന്നറ്റ് സ്കെയിൽ എന്ന് പറഞ്ഞൊരു സാധനം കേട്ടിട്ടുണ്ടാവും. ഓക്കെ, മെഷേഴ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആട്രിബ്യൂട്ട്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ ഈ താഴെ തന്നിട്ടുള്ളതിൽ ഏത് ആട്രിബ്യൂട്ട് മെഷർ ചെയ്യാനാണ് നമ്മൾ ഈ സ്റ്റെഫോർഡ് ബിന്നറ്റ് സ്കെയിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ? ക്ലിയർ ആണോ? നോക്കുക. ആപ്റ്റിറ്റ്യൂഡ്, ക്രിയേറ്റിവിറ്റി, ഇന്റലിജൻസ് ആൻഡ് പേഴ്സണാലിറ്റി. ആപ്റ്റിറ്റ്യൂഡ്, ക്രിയേറ്റിവിറ്റി, ഇന്റലിജൻസ് ആൻഡ് പേഴ്സണാലിറ്റി. ഓക്കെ, അപ്പോൾ സ്റ്റെഫോർഡ് ബിന്നറ്റ് സ്കെയിൽ എന്ന് പറയുമ്പോൾ ഏതാണത്? യൂസിങ് ഫോർ മെഷറിംഗ് ക്രിയേറ്റിവിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഓക്കെ, ക്രിയേറ്റിവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെഫോർഡ് ബിന്നറ്റ് സ്കെയിൽ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? 13th question. Which of the following is not a projective techniques? Okay, projective techniques എന്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ കാറ്റഗറി 3ലുള്ളവർ ശ്രദ്ധിക്കേണ്ടത് ക്രിയേറ്റിവിറ്റി, ഈ പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റീവ് ടെക്നിക്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു നോക്കണം. ഓക്കെ, നോക്കാം. റോഷാക്ക് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ്, TAT മീൻസ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, പിന്നെ സെന്റൻസ് കോംപ്ലീഷൻ ടെസ്റ്റ് ആൻഡ് MMPI. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൊജക്റ്റീവ് ടെക്നിക്സ്? ഇതിൽ പ്രൊജക്റ്റീവ് ടെക്നിക്സ് അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. അത് പഠിച്ചവർക്ക് മനസ്സിലാവും എന്തൊക്കെയാണ്. ഈ റോഷാക്ക് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആണ് നമുക്കറിയാം, ടാറ്റ് ആണ് എന്നറിയാം, സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റും ആണെന്നറിയാം. ഇവിടെ അല്ലാത്തത് എന്ന് പറയുന്നത് ഇതാണ്, ഈ MMPI എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വിച്ച് ഈസ് നോട്ട് എ പ്രൊജക്റ്റീവ് ടെക്നിക്സ് മീൻസ് MMPI. ഓപ്ഷൻ ഡി MMPI. MMPI is the right answer for this question. Okay, 14th question. Task effectiveness is developed by using. Task effectiveness is developed by using conference, seminar, symposium, workshop. Task effectiveness is developed by using conference, seminar, symposium, workshop. ഏതാണ് വരുക? 14th question ആണ്. ടാസ്ക് എഫക്റ്റീവ്നെസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വർക്ക്ഷോപ്പ് ആണ്. ഓക്കെ, ടാസ്ക് എഫക്റ്റീവ്നെസ്. ഓക്കെ, വർക്ക്ഷോപ്പ് ആണ് വരിക. ക്ലിയർ ആണോ? അതൊക്കെ ജനറൽ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ 15th ക്വസ്റ്റ്യൻ ആണ്. 15th ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് മെമ്മറി ഹാസ് എ ബയോഗ്രാഫിക്കൽ റെഫറൻസ്? വിച്ച് ടൈപ്പ് ഓഫ് മെമ്മറി ഹാസ് എ ബയോഗ്രാഫിക്കൽ റെഫറൻസ് ഫ്രം ദി ഓപ്ഷൻസ്? ഓക്കെ, ഐക്കോണിക്, എപ്പിസോഡിക്, സെമാന്റിക് ആൻഡ് പ്രൊസീജ്വറൽ. ഓക്കെ, ഐക്കോണിക്, എപ്പിസോഡിക്, സെമാന്റിക് ആൻഡ് പ്രൊസീജ്വറൽ. ഓക്കെ, ഇതിൽ ഏതാണ്, ഏത് ടൈപ്പ് മെമ്മറിക്കാണ് ബയോഗ്രാഫിക്കൽ റെഫറൻസ് ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? 15ാമത്തെ ചോദ്യം. ഓക്കെ ആണോ? ഓപ്ഷൻ നോക്കാം. ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? നോക്കിയേ, ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക. എപ്പിസോഡിക് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, എപ്പിസോഡിക് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണോ?
അടുത്ത നമ്മൾ പോകുന്നു 16ാമത്തെ. ഓക്കെ, 16th ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? 16th ക്വസ്റ്റ്യൻ. മോറൽ ഡെവലപ്മെന്റ് ഈസ് റിലേറ്റഡ് ടു ആൻഡ് ഡിപ്പെൻഡന്റ് അപ്പോൺ. മോറൽ ഡെവലപ്മെന്റ്. ഓക്കെ, മോറൽ ഡെവലപ്മെന്റ് ഈസ് റിലേറ്റഡ് ടു ആൻഡ് ഡിപ്പെൻഡന്റ് അപ്പോൺ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, ലേണിംഗ്, പെർസെപ്ഷൻ, സോഷ്യലൈസേഷൻ. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, ലേണിംഗ്, പെർസെപ്ഷൻ ആൻഡ് സോഷ്യലൈസേഷൻ. ഇതിൽ മോറൽ ഡെവലപ്മെന്റ് എന്നാണ് പറഞ്ഞത്. മോറൽ ഡെവലപ്മെന്റ് ഈസ് റിലേറ്റഡ് ടു ആൻഡ് ഡിപ്പെൻഡ് അപ്പോൺ. ഏതാണ് വരിക? ഡൗട്ട് വേണ്ട, ഓപ്ഷൻ എ ആണ്. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ആൻസർ. ഓക്കെ, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. 17th ക്വസ്റ്റിലേക്ക് നമ്മൾ പോകുന്നു. മൈൽഡ് മെന്റലി റിട്ടാർഡഡ് പീപ്പിൾ ഹാവ് ഐക്യൂസ് ഓഫ്. ഓക്കെ, ഈ തന്നിട്ടുള്ള 4 ഓപ്ഷനിൽ മൈൽഡ് മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടികൾ, മൈൽഡ് ആയിട്ട്, ഓക്കെ, മെന്റലി റിട്ടാർഡ് ആണ്, മൈൽഡ്. ഓക്കെ, മൈൽഡ് മെന്റലി റിട്ടാർഡഡ് പീപ്പിൾ ഹാവ് ഐക്യൂസ് ഓഫ് 40 to 80, 55 to 69, 90 to 110, 120 to 140. ഇതിലേതാണ് വരിക? മെന്റലി റിട്ടാർഡ്, മൈൽഡ് മെന്റലി റിട്ടാർഡ് ആയിട്ടുള്ള കുട്ടികളാണ്, അപ്പോൾ ആൾക്കാരാണ്. അപ്പോൾ അവർ എന്തായാലും 120 to 140 ഒന്നും ഒരിക്കലും അത്തരത്തിലുള്ള കുട്ടികൾക്ക് വരുന്നില്ല അല്ലേ? ഇതൊക്കെ എന്താണ് കുറച്ചും കൂടെ മുന്നിലോട്ടാണ്. 90 to 110 വരുമോ? ഇല്ല. 40 to 80 എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ്? അങ്ങനെ നമുക്ക് ജനറലൈസ് ചെയ്ത് അറിയാത്തവരുണ്ടെങ്കിൽ 55 to 69 എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് വരിക. 55 to 69 എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 18th ക്വസ്റ്റ്യൻ. ഹു സെഡ് ദിസ്? ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ആരാണ് പറഞ്ഞത് എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. എന്താണ് നോക്കിയേ? ഇന്റലിജൻസ് ഈസ് ദി അഗ്രിഗേറ്റ് ഓർ ഗ്ലോബൽ കപ്പാസിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ടു ആക്ട് പേർപ്പസ്ഫുള്ളി, ടു തിങ്ക് റാഷണലി ആൻഡ് ഡീൽ എഫക്റ്റീവ്ലി വിത്ത് ഹിസ് എൻവയോൺമെന്റ്. ഓക്കെ, കുറച്ച് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കേൾക്കാത്തതായിരിക്കും. ഇന്റലിജൻസ് ഈസ് ദി അഗ്രിഗേറ്റ് ഓർ ഗ്ലോബൽ കപ്പാസിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ടു ആക്ട് പേർപ്പസ്ഫുള്ളി, ടു തിങ്ക് റാഷണലി ആൻഡ് ഡീൽ എഫക്റ്റീവ്ലി വിത്ത് ഹിസ് എൻവയോൺമെന്റ്. ഓക്കെ, എന്ന് പറഞ്ഞത് ആര്? ബിന്നറ്റ്, ഡേവിഡ് വെഷ്ലർ, ഗിൽഫേർഡ് ആൻഡ് വില്യം സ്റ്റേൺ. ഓക്കെ, ബിന്നറ്റ്. ഓക്കെ, പിന്നെ ആരാണ്? ഡേവിഡ് വെഷ്ലർ, ഗിൽഫേർഡ് ആൻഡ് വില്യം സ്റ്റേൺ. ഇതിൽ ആരാണ് ഇങ്ങനെ പറഞ്ഞത് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? ആരായിരിക്കും? കൃത്യമായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് വരിക. ഓക്കെ, ഓപ്ഷൻ ബി ആണ് വരിക. ആരാണ്? ഡേവിഡ് വെഷ്ലർ ആണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ? ഓക്കെ, ഡേവിഡ് വെഷ്ലർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? 19th ക്വസ്റ്റിലേക്ക് പോകും നമ്മൾ. 19th ചോദ്യം. ഇൻ എ പ്രൊജക്റ്റീവ് ടെസ്റ്റ്, വീണ്ടും പ്രൊജക്റ്റീവ് വന്നിട്ടുണ്ട്. ഇൻ എ പ്രൊജക്റ്റീവ് ടെസ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി ദ സ്റ്റിമുലസ് മസ്റ്റ് ബി. In a projective test of personality, the stimulus must be simple, pictorial, complicated and ambiguous. Simple, pictorial, complicated and ambiguous. ഏതാണ് വരിക? In a projective test എന്നാണ് പറഞ്ഞത്. Okay, in a projective test of personality, the stimulus must be simple, pictorial, complicated and ambiguous. ഏതാണ് വരിക? No doubt option D, ambiguous എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് വരിക, ambiguous. ഓക്കെ, ambiguous എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 20th question. Which of the following can be used as a tool for guidance and counseling? ഈ തന്നിട്ടുള്ള ഓപ്ഷനിൽ which of the following can be used as a tool for guidance and counseling? ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗിന് ഒരു ടൂളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇതിൽ ഏതാണ് എന്നാണ് ഓപ്ഷൻസ്. ഫോർമേറ്റീവ് ഇവാലുവേഷൻ, സ്റ്റാൻഡേർഡ്സ് ഓർ നോംസ്, റിപ്പോർട്ട് ഡോക്യുമെന്റേഷൻ ആൻഡ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. ഏതാണ് വരിക? ഫോർമേറ്റീവ് ഇവാലുവേഷൻ, സ്റ്റാൻഡേർഡ്സ് ഓർ നോംസ്, റിപ്പോർട്ട് ഡോക്യുമെന്റേഷൻ ആൻഡ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. ഓക്കെ, സമ്മേറ്റീവ് ഇവാലുവേഷൻ. ഇതിൽ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത് ഏതാണ് വരിക? നോ ഡൗട്ട് ഓപ്ഷൻ ഡി ആണ് വരിക, സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, ഇത് ഒരു കുഴപ്പമില്ല, അറിയാത്ത കാര്യങ്ങൾ ജനറൽ ആയിട്ട് വരുന്നതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി വന്നു കഴിഞ്ഞാൽ നമുക്കത് എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റണം എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ക്ലിയർ ആണോ? 21st ക്വസ്റ്റ്യൻ നോക്കാം. The primary responsibility of the teacher's adjustment lies with. Okay, the primary responsibility of the teacher's adjustment lies with. ഏതൊക്കെയാണ്? the children, the headmistress, the teacher himself, the community. ഓക്കെ, പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഒരു ടീച്ചർക്ക് ആദ്യം പ്രൈമറി ആരോടാണ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവേണ്ടത്, ഉത്തരവാദിത്തം ആരോടാണ് ഉണ്ടാവേണ്ടത് എന്നാണ് ചോദ്യം. അങ്ങനെ ആലോചിച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഫസ്റ്റ് ആദ്യം ആരോടാണ് ഉണ്ടാവേണ്ടത്? നോ ഡൗട്ട് ദ ടീച്ചർ ഹിംസെൽഫ് എന്നുള്ളതാണ് വരിക അല്ലേ? 21st ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് വരിക. ആരാണ്? ദ ടീച്ചർ ഹിംസെൽഫ്. ആദ്യം അവരോട് തന്നെ ഒരു ഉത്തരവാദിത്തം ഉണ്ടാവണം, എന്നിരുന്നാലേ ബാക്കി കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകും അല്ലേ? നെക്സ്റ്റ് 22nd. Questionnaire is which of the following types of tools for measuring personality? Questionnaire is which of the following types of tools for measuring personality? ഇപ്പോൾ പേഴ്സണാലിറ്റിയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറേ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിൽ ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടുണ്ടാവും. ഇത് ഈ ക്വസ്റ്റ്യനെയറുമായിട്ട് കണക്ട് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് ടൂൾസ് ഫോർ മെഷറിംഗ് പേഴ്സണാലിറ്റി? ഏത് ക്വസ്റ്റ്യനെയറുമായിട്ട്? ഓക്കെ, നോക്കാം. ഒബ്ജക്റ്റീവ്, പ്രൊജക്റ്റീവ്, സൈക്കോ അനലിറ്റിക് ആൻഡ് സബ്ജക്റ്റീവ്. ഓക്കെ, ഒബ്ജക്റ്റീവ്, പ്രൊജക്റ്റീവ്, സൈക്കോ അനലിറ്റിക് ആൻഡ് സബ്ജക്റ്റീവ്. ഏതാണ് വരിക? ഓപ്ഷൻ എ, ഒബ്ജക്റ്റീവ് എന്നുള്ളതാണ് ഇവിടെ റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ, ഒബ്ജക്റ്റീവ്.
23rd, the child having the difficulty in picking up objects is suspected to have. The child having the difficulty in picking up objects is suspected to have options: lower level of intellectual functioning, visual impairment, speech impairment and locomotor impairment. Okay, locomotor impairment. ഏതാണ് വരിക? ഇവിടെ നോക്കിയാൽ മതി, സിറ്റുവേഷൻ എന്താ നോക്കിയാൽ മതി. ആ കുട്ടിക്ക് എന്തിനാണ് ബുദ്ധിമുട്ടുണ്ടാവുന്ന നോക്കിയാൽ പിക്കിംഗ് അപ്പ് ഓഫ് ഒബ്ജക്ട്സ്. ഓക്കെ, അതായത് വസ്തുക്കൾ എടുക്കുന്നതിലാണ് അവന് ബുദ്ധിമുട്ട്. നമ്മൾ വിചാരിച്ചോളം നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ അത് എന്തിന്റെ പ്രശ്നമായിരിക്കും? നോ ഡൗട്ട് ഓപ്ഷൻ ഡി, ലോക്കോമോട്ടർ ഇമ്പയർമെന്റ് ആണ് അല്ലേ? ലോക്കോമോട്ടർ അത് തന്നെയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്തത് 24th ക്വസ്റ്റ്യൻ. ടെക്നോ പെഡഗോഗിക് കോമ്പിറ്റൻസി ഈസ്. ഓക്കെ, വാട്ട് ഈസ് ടെക്നോ പെഡഗോഗിക് കോമ്പിറ്റൻസി എന്ന് ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻ അതാണ്. ഓക്കെ, വാട്ട് ഈസ് ടെക്നോ പെഡഗോഗിക് കോമ്പിറ്റൻസി? ടെക്നോ പെഡഗോഗിക് കോമ്പിറ്റൻസി നോക്കാം. എ സയൻസ് ഓഫ് യൂസിംഗ് ടെക്നോളജി ഇൻ ടീച്ചിങ്. ഓപ്ഷൻ ബി, എ ടെക്നിക് ഓഫ് കമ്പൈനിങ് പ്രിൻസിപ്പിൾസ് ഓഫ് ടെക്നോളജി ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ടീച്ചിങ്. ഓപ്ഷൻ സി, എ സെറ്റ് ഓഫ് സ്കിൽസ് ഇന്റർവ്യൂയിങ് ടെക്നോളജി ഇൻ ടു ടീച്ചിങ് ബോത്ത് സയന്റിഫിക്കലി ആൻഡ് എസ്തെറ്റിക്കലി. ഓപ്ഷൻ ഡി, a competence to develop techno-pedagogic system in education. Okay, system in education. ഇതിൽ എന്താണ് ടെക്നോ പെഡഗോഗിക് കോമ്പിറ്റൻസി ഈസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ഈ 4 ഓപ്ഷനിൽ. അപ്പോൾ നിങ്ങളൊന്ന് പോസ് ചെയ്യുക, എന്നിട്ടൊന്ന് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഓക്കെ, ആ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പോസ് ചെയ്യുക, ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് സ്വയം വായിക്കോ, സ്വയം ആൻസറിലേക്ക് എത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. ഞാൻ ആദ്യം മുതൽ നമ്മളെ ഫസ്റ്റ് സെറ്റ് മുതൽ പറയുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ നോക്കണം. ഓക്കെ, ഇവിടെ കൃത്യമായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. എന്താണ്? ദ ടെക്നോ പെഡഗോഗിക് കോമ്പിറ്റൻസി ഈസ് എ സെറ്റ് ഓഫ് സ്കിൽസ് ഇന്റർവ്യൂവിംഗ് ടെക്നോളജി ഇൻ ടു ടീച്ചിങ് ബോത്ത് സയന്റിഫിക്കലി ആൻഡ് എസ്തെറ്റിക്കലി. ഓക്കെ, ഓപ്ഷൻ സി എന്നുള്ളതാണ് ഇവിടെ റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ? 25th ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ഈസ് എസെൻഷ്യൽ ഫോർ ക്രിയേറ്റിവിറ്റി? ക്രിയേറ്റിവിറ്റിക്ക് അത്യാവശ്യമായിട്ട് വരുന്നത് ഏതാണ് എന്നാണ്, ഏത് കണ്ടീഷനാണ്? ഓക്കെ, ഫ്രീഡം, കൺഫോമിറ്റി, കൺവെർജന്റ് തിങ്കിങ് ആൻഡ് ഡിപ്പെൻഡൻസി. സിമ്പിൾ ആണല്ലേ, ഇതൊന്നും അധികം ആലോചിക്കേണ്ട കാര്യമില്ല. നമുക്ക് ക്രിയേറ്റിവിറ്റി വേണമെങ്കിൽ എന്താണ്? നമുക്ക് ഫ്രീഡം ഉണ്ടാവണം അല്ലേ? നമുക്ക് വ്യക്തമായിട്ട് എന്താണ് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവണം. മീൻസ് ഓപ്ഷൻ എ ഫ്രീഡം എന്നുള്ളതാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. റെഡി? അടുത്തത്, ദ ട്രൈറ്റ് അപ്രോച്ച് ടു പേഴ്സണാലിറ്റി അസ്യൂംസ് ദാറ്റ്. ദ ട്രൈറ്റ് അപ്രോച്ച്. ഓക്കെ, ട്രൈറ്റ് അപ്രോച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ട്രൈറ്റ് അപ്രോച്ച് ആരാണ്? അൽപോർട്ടാണ് അല്ലേ? ദ ട്രൈറ്റ് അപ്രോച്ച് ടു പേഴ്സണാലിറ്റി അസ്യൂംസ് ദാറ്റ് പീപ്പിൾ ആർ മോട്ടിവേറ്റഡ് ബൈ അൺകോൺഷ്യസ് ഇമോഷണൽ കോൺഫ്ലിക്ട്സ്. Option B, each individual has stable personality characteristics. Option C, pupils' thoughts and beliefs are central to personality. Option D, people have an innate tendency to become self-actualized. Question, the trite approach to personality assumes that. Okay, നിങ്ങൾ ചെയ്യേണ്ട ഒന്ന് പോസ് ചെയ്യുക. ഓക്കെ, വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യണം? ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. ക്ലിയർ? അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ കൃത്യമായിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, കൃത്യമായിട്ടുള്ള ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരും. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. People are motivated by unconscious emotional conflicts. Okay, people are motivated by unconscious emotional conflicts എന്നുള്ളതാണ് ട്രൈറ്റ് അപ്രോച്ച് ടു പേഴ്സണാലിറ്റി ആയിട്ട് ഇവിടെ വരുന്നത്. ക്ലിയർ ആണോ? 27th ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒബ്ജക്റ്റീവ്സ് ബിലോങ്സ് ടു അഫക്റ്റീവ് ഡൊമൈൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒബ്ജക്റ്റീവ്സ് ബിലോങ്സ് ടു അഫക്റ്റീവ് ഡൊമൈൻ? ഓക്കെ, കോഗ്നിറ്റീവ്, അഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടോർ ഡൊമൈൻസ് നിങ്ങൾ ബ്ലൂംസ് ടാക്സോണമിയിലൊക്കെ പഠിച്ചതായിരിക്കും. നോക്കാം. അപ്പോൾ ഇതിലെന്താണ് അഫക്റ്റീവ് ഡൊമൈനിൽ വരുന്നത് ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, എന്താണ്? ഡെവലപ്പിംഗ് ഫേവറബിൾ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സോഷ്യൽ സർവീസസ്, ഡെവലപ്പിംഗ് റീഡിംഗ് കോംപ്രഹെൻഷൻസ്, ഡെവലപ്പിംഗ് ദ സ്കിൽ ഓഫ് ടൈപ്പിംഗ് ആൻഡ് ഡെവലപ്പിംഗ് എ സെറ്റ് ഓഫ് കോൺസെപ്റ്റ്സ്. അപ്പോൾ ഇതിൽ അഫക്റ്റീവ് ഡൊമൈനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? ഏതാണ് വരിക? ഓപ്ഷൻസ് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഡെവലപ്പിംഗ് ഫേവറബിൾ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സോഷ്യൽ സർവീസ്, ഡെവലപ്പിംഗ് റീഡിംഗ് കോംപ്രഹെൻഷൻ, ഡെവലപ്പിംഗ് ദ സ്കിൽ ഓഫ് ടൈപ്പിംഗ് ആൻഡ് ഡെവലപ്പിംഗ് എ സെറ്റ് ഓഫ് കോൺസെപ്റ്റ്സ്. Correct answer option A ആണ്. Okay, developing the favorable attitudes towards social services. Okay, 28th question. During the second year of life, toddlers begin to take some personal responsibility for feeding, dressing and bathing themselves in an attempt to establish what Erikson calls a sense of. During the second year of life, toddlers begin to take some personal responsibility for feeding, dressing and bathing themselves in an attempt to establish what Erikson calls a sense of. Options: autonomy, generativity, industry, superiority. Autonomy, generativity, industry and superiority. Okay, ഏതാണ് വരിക? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ഓട്ടോണോമി എന്നുള്ളതാണ്. ഓക്കെ, ഓട്ടോണോമി. ക്ലിയർ ആണോ? അതാണ് വരിക. അപ്പം വീണ്ടും പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ മനുഷ്യനെ നിങ്ങൾ മറക്കാൻ വേണ്ടി പാടില്ല. എറിക്സന്റെ തിയറി. ഓക്കെ, നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനും വരുന്നതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കാറ്റഗറി ഇൻ ഗാഗ്നേസ് ഹൈറാർക്കി ഓഫ് ലേണിംഗ്? ഗാഗ്നേസ് ഹൈറാർക്കി എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു സാധനം പഠിച്ചിട്ടുണ്ടാവും അല്ലേ?
ഗാഗ്നയുടെ ഹൈറാർക്കി വന്നിട്ട് അതേപോലെ തന്നെ മാസ്ലോയുടെ പഠിച്ച പോലെ തന്നെ ഇതാ ഒരു ട്രയാങ്കിളൊക്കെ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും കൃത്യമായിട്ട് അല്ലേ. കുറേ ഏകദേശം എനിക്ക് തോന്നുന്നു 8 സ്റ്റെപ്പോളം ഉള്ള ഒരു സാധനമാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ അതിൽ വരാത്തത് ഏത് എന്താണ് ചോദിച്ചത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് നോട്ട് എ കാറ്റഗറി ഇൻ ഗാഗ്നസ് ഹൈറാർക്കി. ഗാഗ്നസ് ഹൈറാർക്കി പെടാത്തത് നോക്കാം. ചെയിനിങ്, കോൺസെപ്റ്റ് ലേണിംഗ്, സിംബോളിക് അസോസിയേഷൻ, പ്രോബ്ലം സോൾവിങ്. ഏതാണ് വരിക? ചെയിനിങ് ഒക്കെ അതിൽ വരുന്നതാണ്, കോൺസെപ്റ്റ് ലേണിംഗ് അതിൽ വരുന്നതാണ് അല്ലേ. പ്രോബ്ലം സോൾവിംഗ് ആണ് അതിൽ ഫൈനലായിട്ട് വരുന്നത് അല്ലെ. ഏറ്റവും ടോപ്പിൽ വരുന്ന പ്രോബ്ലം സോൾവിംഗ് ഒക്കെയാണ് വരുന്നത്. നമുക്കറിയാം സിംബോളിക് അസോസിയേഷൻ എന്ന് പറയുന്ന സാധനം അവിടെ ഇല്ല. വേർബൽ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? സിംബോളിക് അസോസിയേഷൻ. ഓക്കെ, സിംബോളിക് അസോസിയേഷൻ ഈസ് നോട്ട് എ കാറ്റഗറി ഇൻ ഗാഗ്നസ് ഹൈറാർക്കി ഓഫ് ലേണിംഗ്. ഓക്കെ, ദാറ്റ് ഈസ് ദി ആൻസർ. ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. 13th question. മോട്ടിവേഷൻ കനോട്ട് ബി. ഓക്കെ, മോട്ടിവേഷൻ കനോട്ട് ബി എന്താണ്, എന്തൊക്കെയാണ് നോക്കാം. ഒബ്സർവ്ഡ് ഡയറക്ട്ലി. ഓക്കെ, മോട്ടിവേഷൻ കനോട്ട് ബി ഒബ്സർവ്ഡ് ഡയറക്ട്ലി. ഇൻഫേർഡ് ഫ്രം ബിഹേവിയർ, യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ബിഹേവിയർ, യൂസ്ഡ് ടു പ്രെഡിക്റ്റ് ബിഹേവിയർ. ഓക്കെ, മോട്ടിവേഷൻ കനോട്ട് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്, കനോട്ട് ബി. ഓക്കെ, അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻസ്: ഒബ്സർവ്ഡ് ഡയറക്ട്ലി, ഇൻഫേർഡ് ഫ്രം ബിഹേവിയർ, യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ബിഹേവിയർ, യൂസ്ഡ് ടു പ്രെഡിക്റ്റ് ബിഹേവിയർ. Correct answer is option A. Okay, motivation cannot be observed directly. Motivation cannot be observed directly. അപ്പോൾ അത് മനസ്സിലാക്കി നോക്കാം. Motivation cannot be observed directly. Okay. അടുത്തത്, a man reflects his anger from his boss to his child is an example of. A man reflects his anger from his boss to his child. Okay, is an example of. ഒരു മനുഷ്യൻ അദ്ദേഹം എന്താണ് അവൻ്റെ കുട്ടിയോടുള്ള ഒരു ദേഷ്യം, അത് അദ്ദേഹത്തിന് കിട്ടിയ അദ്ദേഹത്തിൻ്റെ ബോസ് എന്നാണ്. ഓക്കെ, ബോസിന് കിട്ടിയിട്ടുള്ള ആ ഒരു ദേഷ്യം അവൻ്റെ കുട്ടിയോട് തീർക്കുന്നു അതന്നെ. ഓക്കെ, അതാണ് ഓപ്ഷൻസ്. അപ്പോൾ ഇത് ഒരു എക്സാമ്പിൾ, ഏതിനാണ് എക്സാമ്പിൾ ഈ പറഞ്ഞിട്ടുള്ളത്? എന്തൊക്കെയാണ്? പ്രൊജക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ്, റിഗ്രഷൻ, റിയാക്ഷൻ, ഫോർമേഷൻ. പ്രൊജക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ്, റിഗ്രഷൻ ആൻഡ് റിയാക്ഷൻ, ഫോർമേഷൻ. ഓക്കെ, ഏതാണ് വരിക? ഒരു സംശയം വേണ്ട, പഠിച്ചാണ്. ഏതാണ്? ഓപ്ഷൻ ബി, ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അല്ലേ. ഡിസ്പ്ലേസ്മെന്റ്. ക്ലിയർ ആണോ? അടുത്തത്, concepts are important in learning, communication, motivating the learner, thinking process, achievement of the learner. Learning, communication, motivating the learner, thinking process and achievement of the learner. Okay, concepts are important in. Okay, which is the right answer? Option C. Okay, option C is the right answer. Thinking process. Okay, concepts are important in thinking process. 25th question. 33rd. ഓക്കെ, 33ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. 32 കഴിഞ്ഞ് 33ാമത്തെ ചോദ്യം. റെസ്പോൺസസ് വിച്ച് ആർ ഫോളോഡ് ബൈ സാറ്റിസ്ഫൈയിങ് ആഫ്റ്റർ എഫക്ട്സ് ടെൻഡ് ടു ബി ലേൺഡ് ഈസ്. റെസ്പോൺസസ് വിച്ച് ആർ ഫോളോഡ് ബൈ സാറ്റിസ്ഫൈയിങ് ആഫ്റ്റർ എഫക്ട്സ് ടെൻഡ്സ് ടു ബി ലേൺഡ് ഈസ് ദ ലോ ഓഫ് എക്സസൈസ്, ദ ലോ ഓഫ് എഫക്ട്, ദ ലോ ഓഫ് റെഡിനെസ് ആൻഡ് ലോ ഓഫ് ഇൻസൈറ്റ്. ആദ്യത്തെ 3 ലോ, ഫസ്റ്റ് 3 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആരുടെയാണ്? തൊണ്ടൈക്കിൻ്റെ ആണ് അല്ലേ. ട്രയൽ ആൻഡ് എറർ തിയറിയിൽ നിങ്ങൾ പഠിച്ചതാണ്. ഈ 3 അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞതാണ് റെസ്പോൺസസ് വിച്ച് ആർ ഫോളോഡ് ബൈ സാറ്റിസ്ഫൈയിങ് ആഫ്റ്റർ എഫക്ട്സ് ടെൻഡ്സ് ടു ബി ലേൺഡ് ഈസ് either the law of exercise or law of effect or the law of readiness. ഓക്കെ, ഏതാണ് വരിക? 33rd ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഏതാണ് വരിക? ഓപ്ഷൻ ബി ആണ് വരിക, ദ ലോ ഓഫ് എഫക്റ്റ്. ഓക്കെ, ലോ ഓഫ് എഫക്റ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ. 34th ക്വസ്റ്റ്യൻ. ഇഫ് എ ടെസ്റ്റ് മെഷേഴ്സ് മാസ്റ്ററി ലെവൽ അച്ചീവ്മെന്റ് ഇൻ എ സബ്ജക്ട്, ഇറ്റ് ഈസ് നോൺ ആസ്. ഇഫ് എ ടെസ്റ്റ് മെഷേഴ്സ് മാസ്റ്ററി ലെവൽ അച്ചീവ്മെന്റ് ഇൻ എ സബ്ജക്ട്, ഇറ്റ് ഈസ് നോൺ ആസ് ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, നോം റെഫറൻസ്ഡ് ടെസ്റ്റ് ആൻഡ് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഓക്കെ, ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, നോം റെഫറൻസ്ഡ് ടെസ്റ്റ് ആൻഡ് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്. If the test measures mastery level of achievement. Okay, mastery level of achievement in a subject. Okay, then right answer ഏതാണ് വരിക? ഏതാണ് കറക്റ്റ് ആൻസർ? ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ, ക്രൈറ്റീരിയൻ. ഓക്കെ, ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ടെസ്റ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ടെസ്റ്റ്. അടുത്തത് 35ാമത്തെ ചോദ്യം. Who are the 3 participants in formative assessment? Who are the 3 participants in formative assessment? Okay, formative assessment. ഓപ്ഷൻ നോക്കാം നമുക്ക്. ഹെഡ്മിസ്ട്രസ്, ലേണർ, പിയർ. ടീച്ചർ, ലേണർ, ഹെഡ്മിസ്ട്രസ്. ടീച്ചർ, ഹെഡ്മിസ്ട്രസ്, പിയർ. ടീച്ചർ, പിയർ, ലേണർ. ഏതാണ് വരിക? ഫോർമേറ്റീവ് അസസ്മെന്റിൽ വരുന്നതാണ് അല്ലേ. ഫോർമേറ്റീവ് അസസ്മെന്റിൽ ആരൊക്കെയാണ് വരിക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ക്ലാസ്സിനുള്ളിൽ വരുന്നില്ലേ, ക്ലാസ്സിനുള്ളിൽ നടക്കുന്നില്ലേ. അപ്പോൾ ക്ലാസ്സിനുള്ളിൽ എന്ന് പറയുമ്പോൾ എന്താണ് ഉണ്ടാവും? ആകെ ഒരു ഡൗട്ടും വേണ്ട, ടീച്ചർ, പിയർ, ലേണർ അല്ലേ. ഒരു കുട്ടിയെക്കുറിച്ചാണെങ്കിൽ അവനും അവൻ്റെ കൂടെയുള്ളവരും അവൻ്റെ അധ്യാപകനും അല്ലെങ്കിൽ അധ്യാപികയും. ക്ലിയർ.
ടീച്ചർ പിയർ ലേണർ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. 36th ക്വസ്റ്റ്യൻ. എ ഹൈ പോസിറ്റീവ് ട്രാൻസ്ഫർ റിസൾട്ട് വെൻ stimuli are dissimilar and responses are identical. Option B, stimuli are similar and responses are not identical. Option C, stimuli are similar and responses are identical. Option D, stimuli are dissimilar and responses are not identical. അപ്പോൾ ഇതൊന്നും നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് പോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, പോസ് ചെയ്യണം, ഉറപ്പായിട്ടും പോസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഫോളോ ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നുണ്ടോ നോക്കുക. ഓക്കെ, ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് നിങ്ങൾ പോസ് ചെയ്തവരെന്ത് ചെയ്യണം, കുറച്ച് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ കറക്റ്റ് ആൻസർ ആയി കാണാം. ഏതാണ് വരിക? ഓപ്ഷൻ സി ആണ് വരിക. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. സ്റ്റിമുലൈ ആർ സിമിലർ ആൻഡ് റെസ്പോൺസസ് ആർ ഐഡന്റിക്കൽ. ഓക്കെ, സ്റ്റിമുലൈ ആർ സിമിലർ ആൻഡ് റെസ്പോൺസസ് ആർ ഐഡന്റിക്കൽ. എന്താണ്? എ ഹൈ പോസിറ്റീവ് ട്രാൻസ്ഫർ റിസൾട്ട് വെൻ സ്റ്റിമുലൈ ആർ സിമിലർ ആൻഡ് റെസ്പോൺസസ് ആർ ഐഡന്റിക്കൽ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദി ഓഡ് വൺ ഔട്ട്. ഓക്കെ, ഇതിൽ ഓഡ് വൺ ഏതാണ്? ഫ്ലെക്സിബിലിറ്റി, ഫ്ലുവൻസി, ഒറിജിനാലിറ്റി, പങ്ക്ച്വാലിറ്റി. ഫ്ലെക്സിബിലിറ്റി, ഫ്ലുവൻസി, ഒറിജിനാലിറ്റി, പങ്ക്ച്വാലിറ്റി. ഇതിലെ ഓഡ് വൺ ആര് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? ഓഡ് വൺ ആരായിരിക്കും? ഓപ്ഷൻ ഡി, പങ്ക്ച്വാലിറ്റി എന്നതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, പങ്ക്ച്വാലിറ്റി. ഫ്ലെക്സിബിലിറ്റി, ഫ്ലുവൻസി ആൻഡ് ഒറിജിനാലിറ്റി അല്ല, ഓഡ് വൺ ആയിട്ട് വരുന്നത് പങ്ക്ച്വാലിറ്റി ആണ്. നെക്സ്റ്റ് 38th ക്വസ്റ്റ്യൻ. എന്താണ്? സൈമൾട്ടേനിയസ് ഫോക്കസിംഗ് ഓൺ ടു സെപ്പറേറ്റ് ആക്ടിവിറ്റീസ് ഈസ് അതർവൈസ് നോൺ ആസ്. സൈമൾട്ടേനിയസ് ഫോക്കസിംഗ് ഓൺ ടു സെപ്പറേറ്റീവ് ആക്ടിവിറ്റീസ് ഈസ് അതർവൈസ് നോൺ ആസ്. രണ്ട് ആക്ടിവിറ്റി, ഒന്ന് ഇവിടെ എന്തോ നടക്കുന്നു, മറ്റൊന്ന് ഇവിടെയും നടക്കുന്നു. ഓക്കെ, രണ്ടും ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ ആ അത്തരം ആക്ടിവിറ്റീസ് എന്ത് പറയാം? സ്പാൻ ഓഫ് അറ്റൻഷൻ, ഷിഫ്റ്റിംഗ് ഓഫ് അറ്റൻഷൻ, ഡിവിഷൻ ഓഫ് അറ്റൻഷൻ ആൻഡ് ഡിസ്ട്രാക്ഷൻ ഓഫ് അറ്റൻഷൻ. ഓപ്ഷൻസ്: സ്പാൻ ഓഫ് അറ്റൻഷൻ, ഷിഫ്റ്റിംഗ് ഓഫ് അറ്റൻഷൻ, പിന്നെയോ ഡിവിഷൻ ഓഫ് അറ്റൻഷൻ ആൻഡ് ഡിസ്ട്രാക്ഷൻ ഓഫ് അറ്റൻഷൻ. രണ്ടെണ്ണം നടക്കുന്നു, രണ്ടിനെയും ഒരുപോലെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു അല്ലേ? എന്ന് വെച്ചാൽ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് വരിക. ഓക്കെ, ഓപ്ഷൻ സി ആണ് വരിക. ഏതാണ്? ഡിവിഷൻ ഓഫ് അറ്റൻഷൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 39th ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ടീച്ചിങ് ഈസ് knowing the background of the learner, planning beforehand, organizing material to be taught, setting evaluation strategies. ഈ പറഞ്ഞിട്ടുള്ളതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ടീച്ചിങ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ടീച്ചിങ്, knowing the background of the learner, planning beforehand, organizing material to be taught, setting evaluation strategies. അപ്പോൾ നമ്മളെന്താണ് ഒരു സംശയം വേണ്ടതാണ്? നോയിങ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ലേണർ എന്നുള്ളതാണ് നമ്മൾ ആദ്യം വരുന്നത്. ഓക്കെ, ടീച്ചിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇത് തന്നിട്ടുള്ളതിൽ വരുന്നതാണ് നോയിങ് ദി ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ലേണർ. 14th question. To help young children acquire performance skill, the teacher should set. To help young children acquire performance skills, the teacher should set. Options: time limit for performance, minimum standard of performance, proximal goals for skills, distal goals for skills. ഏതാണ് വരുക? To help, question clear അല്ലേ? To help young children acquire performance skills, the teacher should set. Time limit for performance, minimum standards of performance, proximal goals for skills and distal goals for skills. കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി, മിനിമം സ്റ്റാൻഡേർഡ്. ഓക്കെ, മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ 40 ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, 40 നമ്മളിപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൈക്കോളജി കാറ്റഗറി 3 ആണ്. ഓക്കെ, 3ൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളോട് ചെയ്യാനുള്ളത്, മറ്റൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് വന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസൊക്കെ കൺഫ്യൂഷൻ ഉറപ്പായിട്ടുണ്ടായേക്കാം. കാരണം കാറ്റഗറി 3 ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും പോലെ അല്ല, കുറച്ച് ടഫ് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അതുപോലെ നമ്മൾ ഫോളോ ചെയ്യുന്നതും പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ പഠിച്ചുകൊണ്ട് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്നേ ഉള്ളൂ. എബവ് 20 മാർക്സ് എന്താണ് 20 അല്ല, എബവ് 30 നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാതെ എന്താണ് നമ്മൾ ബാക്കിയൊക്കെ കാറ്റഗറി 2 അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കാറ്റഗറി 2 ആണ്, ഇത് കാറ്റഗറി 1ൻ്റെ ആണ്, കാറ്റഗറി 4 എന്നൊക്കെ പറയുമ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോയവരുണ്ട് അല്ലെ, കാണാതെ കാറ്റഗറി 3ക്ക് വേണ്ടി നിന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇത് കാണുമ്പോൾ ഒന്നും കിട്ടുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഒരു 10-15 ചോദ്യങ്ങളെ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൽ കൂടുതൽ കിട്ടിയേക്കാൻ നല്ലതന്നെ, അല്ലെങ്കിൽ അത് കുറവായിരിക്കും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് എല്ലാ കാറ്റഗറിയുണ്ട് പ്രീവിയസ് ക്വസ്റ്റൻസ് എല്ലാത്തിൻ്റെ നിങ്ങൾ നോക്കുക. റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ ഇംഗ്ലീഷിൽ വരുമ്പോൾ കുറച്ചും കൂടി ടഫായിട്ട് ക്വസ്റ്റൻസ് കുറച്ച് ടഫ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, കാറ്റഗറി 3ക്ക്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആൻസറിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് സെറ്റ് എന്തായാലും എക്സാമിന് മുന്നേ ചെയ്യും. ഓക്കെ, കുറച്ച് പ്രീവിയസ് ക്വസ്റ്റൻസ് ചെയ്യും, അപ്പോൾ തന്നെ ക്ലിയർ ആവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വെറുതെ പ്രീവിയസ് ക്വസ്റ്റൻസ് നോക്കിക്കൊണ്ട് നമുക്കൊന്നും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പറഞ്ഞ ടോപ്പിക്കൊക്കെ നിങ്ങൾ സിലബസ് അനുസരിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റൂ. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട ടോപ്പിക് കൃത്യമായിട്ട് കവർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ പ്രീവിയസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താവും, നിങ്ങളൊരു പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്നതാണെന്ന് വിചാരിക്കും. ഓക്കെ, പരീക്ഷകളിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കിട്ടുന്നതിൻ്റെ രീതിയിൽ ഒരു പ്രാക്ടീസ് ആയിട്ട് തന്നെ നോക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നിങ്ങൾ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കണം. അല്ലെങ്കിലും കമൻറ്റ് ചെയ്യുക, നെഗറ്റീവ് ആണെങ്കിൽ കുഴപ്പമില്ല, അനുസരിച്ച് നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുപോലെ ലൈക്ക് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ പേരിലേക്ക് സജസ്റ്റ് ചെയ്ത് പോകും, അല്ലാതെ മറ്റ് സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ വരാനില്ല. ഓക്കെ, അത് ഞാൻ വീണ്ടും പറയുകയാണ്. ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ പേരിലേക്ക് ഒരു പക്ഷേ ഇത് സജസ്റ്റ് ചെയ്ത് പോകും. ഈ ഒരു ടോപ്പിക്ക് സെർച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇത് സജസ്റ്റ് ചെയ്ത് പോകും. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കൂടെ നിങ്ങൾ ആരും, ഞാൻ കുറേ കാലമായിട്ട് പറയാറില്ല എന്നിരുന്നാൽ പോലും, നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ബെല്ലും കൂടി ഉണ്ട്, അതും കൂടി ചെയ്യുവാണെങ്കിൽ ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോകൾ, ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും മറ്റുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പെട്ടെന്നായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സമയത്ത് തന്നെ കാണാൻ വേണ്ടി പറ്റും. മിക്കവാറും നമ്മുടെ സൈക്കോളജി പരമായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ വരുന്നത് എല്ലാ ദിവസവും 2 മണിക്കാണ്. ഓക്കെ, ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കായിരിക്കും വരും. ഓക്കെ, 2 മണിക്കാണ് വരിക. ആ ടോപ്പിക് ആയാലും മറ്റെന്തായാലും. അതിൻ്റെ കൂടെ തന്നെ മാത്സ് ക്ലാസ്സും വരുന്നുണ്ട്. മാത്സ് വരുന്നത് 7 മണിക്കാണ്. ഓക്കെ, രാത്രി 7 മണിക്കാണ് ഉണ്ടാവുക. ഇതാണ് നമ്മുടെ ആക്ച്വൽ ടൈം എന്ന് പറയുന്നത്. സൈക്കോളജി പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് ചിലപ്പോൾ ഒരു ദിവസം ഇതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ചിലപ്പോൾ ടോപ്പിക് വൈസ് ക്ലാസ് ആയിരിക്കും, എന്തോ ആട്ടെ, ചിലപ്പോൾ ജനറൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവും. അതുപോലെ ഈ എക്സാമായി ബന്ധപ്പെട്ട് വരുന്ന സാധനങ്ങളൊക്കെ 2 മണിക്കാണ് ഉണ്ടാവുക. പ്ലസ് മാത്സ് 7 മണിക്കായിരിക്കും ഉണ്ടാവുക. ഓക്കെ, മാത്സ് ഏതാണ്ട് ടോപ്പിക്സ് ഒക്കെ നമ്മൾ കവർ ചെയ്ത് കഴിയാനായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പീക്ക് നമ്മൾ നോക്കാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, അപ്പോൾ അതിന് മുമ്പേ നിങ്ങൾ എന്ത് ചെയ്യണം, ടോപ്പിക്കൊക്കെ കവർ ചെയ്യണം. ക്ലിയർ ആണോ? ഇഷ്ടമായിട്ടുണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ, പറഞ്ഞ പോലെ തന്നെ ബാക്കി ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കോ അല്ലെങ്കിൽ പുതിയൊരു ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വരാം. റെഡി?